ഇതുപോലൊരു കേസിൽ നമ്മുടെ ആരെങ്കിലും ഉൾപ്പെടുത്തിയാൽ നമുക്ക് കമ്മീഷണർക്ക് പരാതി കൊടുക്കാമല്ലേ? കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ ഒരു ആക്ഷനും ഉണ്ടാവില്ല. കമ്മീഷണർക്ക് നിങ്ങളൊരു കവറിൽ കടലാസിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓഫീസിൽ കിടക്കും. ആർക്കും ഏത് പരാതിയും കൊടുക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കുന്നില്ലേ ആൾക്കാർ? ആ കത്ത് അദ്ദേഹത്തിന് മേശപ്പുറത്ത് പോലും വരില്ല. അത് രജിസ്റ്ററിൽ അതങ്ങ് പോകും. അതുകൊണ്ട് പരാതി കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ കൊടുക്കുക, ആക്ഷൻ ഉണ്ടാവില്ല. ഈ ആക്ഷൻ ഉണ്ടായത് ഈ പ്രതിഭ CPM കാര്യമായതുകൊണ്ടും MLA ആയതുകൊണ്ടും അവരുടെ പാർട്ടിയിലെ ഒരു ചിട്ട അതാണ്. അവരുടെ ആളിനെ തൊട്ടാൽ അറിഞ്ഞോ അറിയാതെയോ. ഇപ്പോൾ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരവിടെ പട്ടാൻ കളിക്കുന്നതിൻ്റെ പൊന്നു സാറേ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, MLAയുടെ മകനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അങ്ങനെ പറ്റിപ്പോയതാണെന്നൊക്കെ പറ്റുമൊന്നുമില്ല. കുറഞ്ഞതൊരു ട്രാൻസ്ഫർ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഏതെങ്കിലും സ്ഥലത്തേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ശിക്ഷാ നടപടി ഉണ്ടാകും. അതേസമയം സുനിലിനെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. സുനിലിനെ പറ്റിയും വാർത്ത വരും, ഒക്കെ സംഭവിക്കും. പക്ഷേ കമ്മീഷനൊന്നും ചെയ്യില്ല. സുനിൽ ഞാൻ ഈ പറഞ്ഞ റൂട്ടിൽ പോകേണ്ടി വരും. പോലീസ് കംപ്ലയിൻറ്റ് അതിർത്തിക്ക് പരാതി കൊടുക്കുക, മനുഷ്യാവകാശ കമ്മീഷൻ പല്ലില്ലാത്തൊരു സാധനമുണ്ടല്ലോ അവിടെ പരാതി കൊടുക്കുക, മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുക്കുക. മജിസ്ട്രേറ്റ് അത് 1.5 വർഷം മാറ്റി വെച്ചാൽ അങ്ങേരുടെ വർക്കിലൂടെ അതിന് മാത്രമാണ് ഈ കേസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് അതിനിടയ്ക്ക് 4-5 മജിസ്ട്രേറ്റ് വന്നും പോയി ഒരിക്കും. ഞാനിത് ഇത്ര കൃത്യമായിട്ട് പറയുന്നത് ഞാനിത് ചെയ്തിട്ടുള്ളവനാണ്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ കെട്ടിടമാണ്, അതിനോട് ചേർന്നുള്ള പഴയ കെട്ടിടം. അതിൻ്റെ വരാന്തയിൽ TG മോഹൻദാസിൻ്റെ ഒരു 4 ചെരുപ്പ് തേഞ്ഞതിൻ്റെ പാട് ആ റബ്ബർ ഇപ്പോഴും കിടപ്പുണ്ടാവും അവിടെ. ഐ ഹാവ് ഗോൺ ത്രൂ ദിസ്. അതുകൊണ്ടാണ് ഇത്ര അധികരമായിട്ട് ഞാൻ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.